മോശം പെരുമാറ്റമടക്കമുള്ള ആരോപണങ്ങളിൽ ക്രിക്കറ്റ് താരം സഞ്ജു വി സാംസണെതിരെ KCയുടെ കടുത്ത നടപടി ഉണ്ടായേക്കില്ല. സഞ്ജു ക്ഷമാപണം നടത്തിയ സാഹചര്യത്തിൽ നടപടി താക്കീതിൽ ഒതുങ്ങാനാണ് സാധ്യത. അച്ചടക്ക സമിതി ശുപാർശയിൽ KCA സെൻട്രൽ കൗൺസിലാണ് തീരുമാനമെടുക്കുക. പിഴവ് പറ്റിയതിന് ഖേദം പ്രകടിപ്പിച്ചതായും നല്ല തീരുമാനം പ്രതീക്ഷിക്കുന്നതായും സഞ്ജു വ്യക്തമാക്കി. സഞ്ജു വി സാംസണെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അച്ചടക്ക സമിതി കടുത്ത നടപടികൾ വേണ്ടെന്ന തീരുമാനത്തിലാണെത്തിയത്. സഞ്ജു, പിതാവ് സാംസൺ, കേരള രഞ്ജി ടീം ക്യാപ്റ്റൻ രോഹൻ പ്രേം എന്നിവരിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമായിരുന്നു തീരുമാനം. അച്ചടക്ക സമിതി അധ്യക്ഷൻ TR ബാലകൃഷ്ണൻ സഞ്ജു ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അവരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ റിപ്പോർട്ടിൽ റിഫ്ലക്ട് ചെയ്യും. സഞ്ജുവിന്റെ കാരിയറിന് ദോഷം വരില്ല. അച്ചടക്ക സമിതിയുടെ റിപ്പോർട്ടിന്മേൽ KCA സെൻട്രൽ കൗൺസിലായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. നടപടി താക്കീതിലൊതുങ്ങാനാണ് സാധ്യത. പിഴവ് പറ്റിയതിന് ഖേദം പ്രകടിപ്പിച്ചതായും നല്ല തീരുമാനം പ്രതീക്ഷിക്കുന്നതായും സഞ്ജു വി സാംസൺ പറഞ്ഞു. ചെറിയൊരു മിസ്കണ്ടക്ട് നടന്നിരുന്നു മുംബൈ മാച്ചിൽ. അപ്പോൾ കേരളത്തിന് വേണ്ടി അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു വിഷമവും പിന്നെ ഭയങ്കരമായിട്ടൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ സമ്മതിച്ച്. അപ്പോൾ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി തീരുമാനം എന്തായാലും നല്ലപോലെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗോവയ്ക്കെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിനിടെ അനുവാദമില്ലാതെ സഞ്ജു വിട്ടുനിന്നു, പിതാവ് KCA അധികൃതരോട് മോശമായി പെരുമാറി തുടങ്ങിയ ആരോപണങ്ങളാണ് സമിതി അന്വേഷിച്ചത്. സംഭവങ്ങളിൽ ക്ഷമാപണം നടത്തി സഞ്ജു KCAക്ക് കഴിഞ്ഞ ദിവസം ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.